നമസ്കാരം. മേഖലയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയ്ക്കിടയിൽ ദുബൈയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ആക്രമണത്തെ തുടർന്ന് കോൺസുലേറ്റ് പരിസരത്ത് ചെറിയ രീതിയിലുള്ള തീപിടുത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും ദുബൈ സിവിൽ ഡിഫൻസ് വിഭാഗം ഉടനടി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും നാശനഷ്ടങ്ങൾ പരിമിതമാണെന്നും ദുബൈ ഗവൺമെൻറ് മീഡിയ ഓഫീസ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. ഇറാന്റെ ഉന്നത നേതൃത്വത്തിന് നേരെയുണ്ടായ ഇസ്രായേൽ നീക്കങ്ങൾക്ക് പകരമായാണ് ഈ ആക്രമണമെന്നാണ് പ്രാഥമിക നിഗമനം. UAE പോലുള്ള സുരക്ഷിത മേഖലകളിൽ ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത് ആഗോള വിപണിയെയും അതോടൊപ്പം തന്നെ പ്രവാസി സമൂഹത്തെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇറാന്റെ സൈനിക ഭരണതലപ്പത്തുള്ള പ്രമുഖരുടെ വധവും അതിനെ തുടർന്നുണ്ടായ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഭേദിക്കപ്പെട്ടതിൽ ഇറാൻ ഭരണകൂടം അതീവ രോഷത്തിലാണ്. ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇറാൻ തിരിച്ചടികൾ ആസൂത്രണം ചെയ്യുന്നത്. ഇസ്രായേൽ സൈന്യം ആത്മവിശ്വാസത്തോടെയാണ് നീങ്ങുന്നതെങ്കിലും ഇറാന്റെ മണ്ണിൽ കടന്നുകയറി അവർ നടത്തിയ പ്രത്യാക്രമണങ്ങൾ ഇറാന് ഒരിക്കലും പൊറുക്കാനാവില്ല. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ താവളങ്ങൾക്കും നയതന്ത്ര ഓഫീസുകൾക്കും നേരെ ഡ്രോൺ ആക്രമണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരല്ല, മറിച്ച് മധ്യേഷ്യയുടെ സമാധാനം തന്നെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ഇറാനിൽ നടത്തിയ രഹസ്യ നീക്കങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇറാന്റെ സുരക്ഷാ വിഭാഗമായിട്ടുള്ള സീക്രട്ട് സർവീസിനുള്ളിൽ പോലും മൊസാദ് ഏജന്റുമാർ കടന്നുകൂടിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം അത് ഇറാന്റെ സീക്രട്ട് സർവീസ് വിഭാഗത്തിൻ്റെ തലവൻ തന്നെ ഒരു മൊസാദ് ഏജന്റ് ആയിരുന്നു എന്ന തിരിച്ചറിവാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഇറാന് ഇക്കാര്യം ബോധ്യപ്പെട്ടത്. മിനിറ്റുകൾക്കുള്ളിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ആണവ ശാസ്ത്രജ്ഞരെയും വധിക്കാൻ ഇസ്രായേലിനെ സാധിച്ചത് ഇത്തരത്തിലുള്ള ആഭ്യന്തര ചോർച്ചകൾ മൂലമാണ്. ശത്രു രാജ്യത്തിൻ്റെ ഓരോ ചലനവും കൃത്യമായി നിരീക്ഷിക്കാൻ മൊസാദിനും അമേരിക്കൻ ഏജൻസിയായിട്ടുള്ള CIA-ക്കും സാധിക്കുന്നുവെന്നത് ഇറാൻ്റെ സുരക്ഷാ പാളിച്ചകളെയാണ് വിരൽ ചൂണ്ടുന്നത്. ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് ഇസ്രായേൽ ഇറാനെതിരെ മേധാവിത്വം ഉറപ്പിക്കുന്നത്. ഹൈടെക് സിഗ്നൽ ഇൻ്റലിജൻസ് യൂണിറ്റായ 8200 അത് ടെഹ്റാൻ നഗരത്തിൻ്റെ മുക്കുമൂലകളൊക്കെ തന്നെ പകർത്തിയ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ചിരുന്നു. ഇതിന് പുറമെയായിട്ട് മൊബൈൽ ടവറുകൾ ഹാക്ക് ചെയ്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആശയവിനിമയം തടസ്സപ്പെടുത്തുന്ന തന്ത്രവും അവർ പയറ്റി. സോഷ്യൽ നെറ്റ്വർക്ക്സ് അനാലിസിസ് എന്ന ഗണിതശാസ്ത്രപരമായിട്ടുള്ള രീതി ഉപയോഗിച്ചാണ് ഇസ്രായേൽ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത്. ഇത്തരം കൃത്യമായ വിവരശേഖരണം അതുവഴി ഇറാൻ്റെ സൈനിക നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനും അവ തടയാനും ഇസ്രായേലിനെ സാധിക്കുന്നു. ശാസ്ത്രീയവും സാങ്കേതികപരമായിട്ടുള്ള ഈ മേധാവിത്വമാണ് യുദ്ധകളത്തിൽ ഇസ്രായേലിനെ കരുത്തേക്കുന്നത്. യുദ്ധരംഗത്ത് ഇസ്രായേൽ ഉപയോഗിക്കുന്ന സ്പാരോ മിസൈലുകൾ ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് ഒരു ചെറിയ ടേബിളിൻ്റെ വലിപ്പമുള്ള ലക്ഷ്യസ്ഥാനം പോലും കൃത്യമായി തകർക്കാൻ ശേഷിയുണ്ട്. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം നൂതനമാണ് ഇവയുടെ പ്രവർത്തന രീതി. കഴിഞ്ഞ വർഷം ജൂണിലും ഇപ്പോഴത്തെ സംഘർഷങ്ങളിലും ഈ മിസൈലുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഈ ആയുധബലത്തിന് അമേരിക്കയുടെ പരോക്ഷ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ ഇറാൻ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. തങ്ങളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഏതു നിമിഷവും തകർക്കപ്പെടാം എന്ന രീതിയിലാണ് ഇറാൻ ഇപ്പോൾ കഴിയുന്നത്. ദുബൈ പോലെയുള്ള അന്താരാഷ്ട്ര നഗരങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ലോകമെമ്പാടുമുള്ള പ്രവാസികളിൽ പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് മലയാളികളിൽ പോലും വലിയ ഉത്കണ്ഠ ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. UAE-യുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ലോകോത്തരമാണെങ്കിലും ഡ്രോൺ ആക്രമണങ്ങൾ പോലുള്ള പുതിയ വെല്ലുവിളികൾ വലിയ ആശങ്കയാണ് ഇപ്പോൾ നൽകുന്നത്. കേരളത്തിലെ പല കുടുംബങ്ങളുടെയും സാമ്പത്തിക അടിത്തറ ഗൾഫ് മേഖലയെ ആശ്രയിച്ചായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ചെറിയ അസ്വാഭാവിക ചലനങ്ങൾ പോലും കേരളത്തിൽ പ്രതിഫലിക്കും. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ദുബായ് എമർജൻസി ടീമുകൾ നടത്തിയ ഇടപെടലുകൾ ഏറെ അഭിനന്ദനാർഹമാണ്. എങ്കിലും മേഖലയിലെ സംഘർഷം ഇനിയും കടുക്കുകയാണെങ്കിൽ അത് ആഗോള സാമ്പത്തിക രംഗത്തെയും സമാധാനത്തെയും ഒക്കെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.